അറിഞ്ഞില്ലേ? MSF, KSU, ലീഗ് ഇവരെല്ലാവരും ഇപ്പൊ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? PM ശ്രീ എടുത്ത് കടലിൽ കളയാൻ VD സതീശന് നട്ടെല്ലിന് ബലമില്ലേ, കാലും കൈയും കൂട്ടി വിറയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ RSSുമായിട്ടുള്ള ആ ഒരു ബന്ധം കാരണം ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോന്നാ ചോദിക്കുന്നത്. ജനങ്ങൾ താഴെ ഇറക്കും എന്നുള്ള ഭീഷണിയുണ്ട് കേട്ടോ. കേട്ടില്ലേ? കേൾക്കാത്തവർക്ക് കേൾക്കാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ PM ശ്രീയിൽ UDF സർക്കാരിന് മുന്നറിയിപ്പുമായി യൂത്ത് ലീഗും MSFും രംഗത്ത് വരുന്നു. PM ശ്രീയുമായി UDF സർക്കാർ മുന്നോട്ട് പോയാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന നിലപാട് കടുപ്പിക്കുന്നു. ഇപ്പോൾ MSF പദ്ധതിയിൽ നിന്ന് എങ്ങനെ പിന്മാറുമെന്നാണ് ഉപസമിതി പഠനം നടത്തേണ്ടത് എന്ന് UDF MLA കൂടിയായ PK നവാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വാക്കുകളിലേക്ക്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. അതിൽ ചില ഉപാധികളോടെ നടപ്പിലാക്കുക. ആ ഉപാധികൾ എന്തെന്ന് തീരുമാനിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയും വെച്ചിട്ടുണ്ട്. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് MLA ആണ് നമുക്കൊപ്പം ചേരുന്നത്. അല്ല, പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല. ഞങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗമാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ വേണ്ടി 4 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്നത് ആ സമിതി ഇതെങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം ഗവൺമെന്റിന് കൊടുക്കുമെന്നും സർക്കാർ അത് അംഗീകരിച്ചുകൊണ്ടതിൽ പിന്മാറാൻ കഴിയുന്ന സാധ്യത ഉപയോഗപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വാസം. അതായത് ഈ 4 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിരിക്കുന്നത് ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാം എന്ന് പഠിക്കാനല്ല, എങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്ന് പഠിക്കാനാണ്. തീർച്ചയായും അത് തന്നെയാണ് പഠിക്കേണ്ടത്. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞെന്താ, ഇത് ഞങ്ങൾ ഇനി ചെയ്യില്ല, ഒരു സ്റ്റോപ്പ് മെമ്മോ വെച്ചു. അത് കണ്ടിന്യൂ ചെയ്യാതിരുന്ന പോലെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, അത് റീഓപ്പൺ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ആരാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള VD സതീശൻ, പിന്നെ നമ്മുടെ ഷംസുദ്ദീൻ ചേട്ടനൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഊളത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്ന് പഠനം നടത്താനൊന്നുമില്ല, അതവിടെ കടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ അത് പോരാ, BJPയുമായിട്ടുള്ള ഡീലല്ലേ, എങ്ങനെ അത് മുണ്ടാണ്ടിരിക്കാൻ പറ്റൂലേ? ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ആദ്യത്തെ പഠനം. കാരണം ഈ പദ്ധതിയിൽ നിന്ന് എങ്ങനെ പിന്മാറണം എന്നതിനെക്കുറിച്ചാണ് കേരളം ഒന്നടക്കം ചർച്ച ചെയ്തത്. MSFും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ, UDF ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചവരാണ്. ഭരണത്തിലുള്ള സമയത്ത് നമുക്ക് എളുപ്പത്തിൽ അതിൽ നിന്ന് പിന്മാറാവുന്ന സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഈ സമിതി തയ്യാറാകണം. അതിനനുസരിച്ച് അതിൽ നിന്ന് പിന്മാറാവുന്ന സാധ്യത ഉണ്ടെങ്കിൽ 100%. അല്ലടോ, ഇതേ കാര്യം തന്നെയല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത്? അവരാ പരിപാടിയിൽ നിന്ന് അങ്ങ് മാറി നിന്ന് ഒരു സ്റ്റോപ്പ് മെമ്മോ അങ്ങ് കൊടുത്ത്, ഒരു മെമ്മോയും കൊടുത്തിട്ടില്ല എന്നാണ് നമ്മുടെ സ്വന്തം VD നൊണേശേട്ടൻ പറഞ്ഞത്. ഈ നൊണേശേട്ടന്റെ വാക്കും കേട്ടിട്ട് വെറുതെ കിടന്ന് കുത്തി പറയാൻ നിൽക്കണ്ട. PM ശ്രീ നിങ്ങൾ കടലിൽ എറിയും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാക്കിന് സ്ഥിരത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. അല്ലാതെ ഇപ്പൊ കിടന്ന് കൊണ എന്ന് പറയരുത്. മുസ്ലിം ലീഗ് ഒക്കെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മുസ്ലിം ലീഗിൽ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തിമാർ പറഞ്ഞ വാക്കുകളുണ്ട്. PM ശ്രീ ഞങ്ങൾക്ക് നടപ്പിലാക്കില്ല. അങ്ങനെയെങ്കിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് എന്തിനാ സമയം കളയുന്നത്? സ്റ്റോപ്പ് മെമ്മോ തൊടാതിരുന്ന പോരെ, അതവിടെ കിടക്കും, അത്രേ ഉള്ളൂ. മറ്റുള്ള രീതികളിലൂടെ സുപ്രീം കോടതി പോണെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് നമുക്ക് അനുവദിച്ചു തരേണ്ടതായിട്ടുള്ള തുക ഭരണഘടന വിരുദ്ധമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങാനുള്ള നട്ടല് കാണിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ആദ്യം ചെയ്യാൻ പറയട്ടാ നിങ്ങളുടെ നേതാവിനോട്, VD നൊണേശേട്ടനോട്. കുറെ കാലമായി ഇപ്പൊ തുടങ്ങിയിട്ട് ഓരോ പരിപാടിയൊക്കെ ആയിട്ട് അദാനിക്കൊക്കെ വേണ്ടി നമ്മുടെ നാട് മൊത്തം വിറ്റ് തുലയ്ക്കുമെന്നാണ് എനിക്ക് പേടി. കാരണം അന്ന് കർണാടകയിൽ പോയതിനു ശേഷം എന്തൊക്കെയോ ഇവിടെ ചീഞ്ഞ് നാറുന്നുണ്ട്. ചില പേപ്പറുകളൊക്കെ ഒപ്പുവെച്ചു എന്ന കഥയൊക്കെ നമ്മൾ കേട്ടല്ലോ. അതൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും PM ശ്രീയിൽ തൊട്ട് കളിച്ച VD സതീശന്റെ കൈ പൊള്ളി. ഇപ്പൊ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുക എന്നുള്ളതാണ്. മുസ്ലിം ലീഗ്, ഞാൻ പറയുന്നു മുസ്ലിം ലീഗ് ഇനി 5 മാസം കൂടി, 6 മാസം ഞാൻ പറഞ്ഞത്, അതിനുള്ളിൽ ഈ UDFുമായിട്ട് സഖ്യം ഒഴിവായി പോകും. ഉറപ്പാ, നിങ്ങൾ ഉറപ്പിച്ചോ. കാരണം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യവും ഈ ചങ്ങായി ചെയ്യാൻ പോണില്ല. പിന്നെ മുസ്ലിം ലീഗിൽ നിന്ന് ജയിച്ച് മന്ത്രിമാരായ ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. അധികാരത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. കാലങ്ങളായിട്ട് DMKയുടെ കൂടെ നിന്നിരുന്ന കോൺഗ്രസ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു വാക്കുപോലും ചോദിക്കാതെ TVKയിൽ ലയിച്ച് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അതുപോലെ തന്നെ ഇവർക്ക് അധികാരം മാത്രം മതി എന്നുള്ളതാണ്. അതിന് എങ്ങനെയെങ്കിലും BJPയെ സുഖിപ്പിച്ച് ഇവിടെ നിൽക്കും. ഈ VD സതീശൻ എത്ര കാലം ഇത് തുടരുമെന്ന് നമുക്ക് നോക്കാം. ജനങ്ങൾ പിടിച്ചങ്ങ് താഴെ ഇടും കേട്ടോ, കോളറിന് പിടിച്ച് താഴെ ഇടും. അതാണ് നമ്മുടെ ജനാധിപത്യ രാജ്യം. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. PM ശ്രീ നടപ്പിലാക്കില്ല എന്ന് തന്റെ ഇടമുണ്ടെങ്കിൽ, നട്ടലുണ്ടെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാതിരിക്കുക വേണ്ടത്. പിന്നെ ആ പേപ്പറോ തൊട്ട് തലോടി നിൽക്കാൻ നിൽക്കരുത്. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് നിങ്ങളാണ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലാതെ കഴിഞ്ഞ സർക്കാരല്ല എന്നുള്ളതാണ്. V ശിവൻകുട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. PM ശ്രീയിൽ നിന്ന് 1 രൂപ പോലും എടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല, വാങ്ങിയിട്ടില്ല. സർവശിക്ഷാ അഭിയാന് വേണ്ടിയിട്ടാണ് ആ പൈസ എത്ര 99 കോടി എങ്ങാനും വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒന്നേ പറയുന്നുള്ളൂ, VD സതീശന്റെ വാക്കും കേട്ട് വെറുതെ തുള്ളിത്തുള്ളുമ്പി നിൽക്കാതെ നിങ്ങൾ ആ സഖ്യം ഒഴിഞ്ഞങ്ങ് പൊക്കോളൂ. അല്ലെങ്കിൽ നാളെ കേരള ജനത മുഴുവൻ നിങ്ങളെയും കൂട്ടി ക്രൂശിക്കും. അത്ര തന്നെ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ്.